പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ കൂപ്പി അൾത്താരയിൽ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കാണാം. നമ്മുടെ വേദനകളെ, നമ്മുടെ സങ്കടങ്ങളെല്ലാം ഈശോയോട് പറയാം, പങ്കുവയ്ക്കാം. ഇത് ആരാധനയുടെ നിമിഷമാണ്. ഈശോയോട് സംസാരിക്കാൻ, ഈശോയെ കേൾക്കാൻ, നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങൾ അവൻ്റെ സ്നേഹത്തിൽ ചേർത്ത് വയ്ക്കാൻ. അങ്ങനെ ഈശോ നമുക്കായി വാഗ്ദാനം ചെയ്ത അവൻ്റെ സ്നേഹവും കരുണയും സൗഖ്യമൊക്കെ സ്വന്തമാക്കുന്ന നിമിഷങ്ങളായിട്ടത് മാറട്ടെ. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ് അൾത്താരയിലുണ്ട്. അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ആരാധനയ്ക്ക് യോഗ്യനായ ഈശോയെ നമുക്കൊരുമിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പൗലോസ്ലിഹ റോമാക്കാർക്ക് ലേഖനം എഴുതിയപ്പോൾ 12-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ 3 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൗലോസ്ലിഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 1, പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. 2, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. 3, പ്രാർത്ഥനയിൽ സ്ഥിരത ഉള്ളവരായിരിക്കുവിൻ. 3 കാര്യങ്ങളാണ് പൗലോസ്ലിഹ പറയുന്നത്. 1, പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. എന്താണ് നമ്മുടെ പ്രത്യാശ? വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പോലെ ഈശോ ആയിരിക്കുന്നിടത്ത് നമ്മൾ ഒരിക്കലായിരിക്കുമെന്നും അവനായിരിക്കുന്നത് പോലെ നാം അവനെ കണ്ടുമുട്ടും എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയുള്ളവനാണ് സന്തോഷപ്രദമായ ജീവിതം നയിക്കാൻ പറ്റുക. വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നിൻ്റെ വേദനകൾ എത്രയോ നിസ്സാരമാണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നില്ലേ? നമ്മുടെ പ്രത്യാശ ഈ ഭൂമിയിൽ പ്രത്യാശയോടെ നാം ജീവിക്കുമ്പോൾ ഒരിക്കൽ നാം അവനെ കണ്ടുമുട്ടുമെന്നുള്ള ആ ബോധ്യം, അതാണ് ഇന്നിൻ്റെ വേദനകളെ, സങ്കടങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകാനുള്ള ശക്തി നമുക്ക് തരിക. അവിടാണ് പൗലോസ്ലിഹ പറയുന്നത്, ഈ പ്രത്യാശയിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. ഈ പ്രത്യാശയുള്ളവനെ സന്തോഷിക്കാൻ പറ്റുള്ളൂ. അതല്ല എങ്കിൽ വചനം പറയുന്ന പോലെ നമ്മൾ നിരാശയിലേക്ക് തള്ളിയിടും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പ്രത്യാശയാണ് നമുക്ക് നിരാശയില്ലാതെ ഈ ലോക ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുക. നിരാശപ്പെട്ടും ആകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും ഒക്കെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ കർത്താവിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. ഇത് പ്രാർത്ഥിക്കാൻ, കർത്താവേ, പ്രത്യാശ എന്ന പുണ്യം ഞങ്ങളിൽ വളരാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. 2, പൗലോസ്ലിഹ പറയുന്നത് ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. സഹനങ്ങളും വേദനകളും ഞെരുക്കങ്ങളൊക്കെ വരുമ്പോൾ തകർന്നു പോകാതെ, തളർന്നു പോകാതെ, ദൈവസ്നേഹത്തിന് അകന്നു പോകാതെ സഹനശീലമുള്ളവരായിരിക്കുവിൻ എന്ന് പൗലോസ്ലിഹ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 10:35 നാം വായിക്കുന്നത് അത് വളരെ കൃത്യമാണ്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന വേദനകളിൽ നിങ്ങൾ തകർന്നു പോകരുത്, തളർന്നു പോകരുത്. അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു എന്നാണ് പൗലോസ്ലിഹ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഹൃദയത്തിൽ സ്വീകരിക്കാം. ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. വേദനകൾ ഉണ്ടാകുമ്പോൾ, ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടിയാ? കർത്താവേ, സഹിക്കാനുള്ള ശക്തി തരണമേ, പിടിച്ചു നിൽക്കാനുള്ള ശക്തി തരണമേ. ഈ വേദനയിൽ, ഈ സങ്കടത്തിൽ, ഈ ദുഃഖത്തിൽ, ഈ ഞെരുക്കങ്ങളിൽ വീണു പോകാതെ, തകർന്നു പോകാതെ, തളർന്നു പോകാതെ, നിരാശപ്പെടാതെ പിടിച്ചു നിൽക്കാനുള്ള സഹന ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കാം. 3 പറയാണ് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈശോയോട് ചേർന്നിരിക്കുവിൻ, എപ്പോഴും യേശുവിൻ്റെ സ്നേഹത്തിലായിരിക്കുവിൻ. അതാണ് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ എന്ന് പറയുന്നത്. വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും
കർത്താവിൽ നിന്ന് അകന്നു പോകാതിരിക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കർത്താവെ, കാരുണ്യവാനായ ദൈവമേ, പ്രത്യാശയോടെ ഞങ്ങളുടെ ക്ലേശങ്ങളിൽ സഹനശീലരായി പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നൊരു അഭിഷേകം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. ഈ കൂട്ടായ്മയിൽ വല്ലാതെ വേദനിക്കുന്ന, അസ്വസ്ഥരായിരിക്കുന്ന മക്കളുണ്ടാകാം. പലവിധ ക്ലേശങ്ങൾ മൂലം വേദനിക്കുന്നവരുണ്ടാകാം. കുടുംബത്തിൽ, കുടുംബ ബന്ധങ്ങളിലൊക്കെ അസ്വസ്ഥതകളും ഉലച്ചിലുകളൊക്കെ നേരിടുന്നവരുണ്ടാകാം. ദാമ്പത്യ ബന്ധങ്ങളിൽ അസ്വസ്ഥതകളുള്ളവരുണ്ടാകാം. കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയവരുണ്ടാകാം. പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളുണ്ടാകാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. രോഗികളായിരിക്കുന്ന മക്കൾ ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ രോഗാവസ്ഥകളെയും സമർപ്പിക്കുക. ശിരസ് മുതൽ പാദം വരെയുള്ള രോഗങ്ങൾ കർത്താവെ, നിന്റെ സുഖപ്പെടുത്തുന്ന കരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവർ, വെന്റിലേറ്ററിൽ കഴിയുന്നവർ, മരണത്തോട് മല്ലടിക്കുന്നവർ, മാരക രോഗം മൂലം വേദനിക്കുന്നവർ, രോഗാവസ്ഥകൾ പോലും മാനസികമായി തകർന്നും തളർന്നും കഴിയുന്നവർ, കർത്താവെ, എല്ലാവരെയും ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു. വൈകാരിക മനുഷ്യന് മുറിവേറ്റ് കഴിയുന്നവരുണ്ട്. വല്ലാതെ ഒറ്റപ്പെട്ടു പോയവർ, തിരസ്കരിക്കപ്പെട്ടവർ, മുറിവേറ്റ മനസ്സുമായി കഴിയുന്നവർ, ആർക്കും വേണ്ട എന്നുള്ള മനസ്സിൻ്റെ തോന്നലുകളുമായി ജീവിക്കുന്നവർ, എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ചിന്തകളാൽ നയിക്കപ്പെടുന്നവരൊക്കെ ഉണ്ടാകാം. ഈശോയെ, ഇവിടെ മനസ്സിനെ ബലപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവർ, കടബാധ്യതയുടെ നടുവിൽ വല്ലാതെ അസ്വസ്ഥരായിരിക്കുന്നവർ ഇതിനകത്തുണ്ടാകാം. കർത്താവിൻ്റെ കരുണ ഈ മക്കളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇപ്പോൾ ഈ മക്കൾ ആഗ്രഹിക്കുകയും യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന വിഷയങ്ങളെ നിന്റെ കരുണയുടെ കണ്ണുകൾ തുറന്ന് കടാക്ഷിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ആർക്കെല്ലാം വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെയും ചേർത്ത് നിർത്തട്ടെ. നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ സമൂഹത്തോട് ചേർന്ന് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയാണിത്. ലോകമെമ്പാടും ഇരുന്ന് അനേകായിരങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വേദനകൾക്ക് നീ പരിഹാരം തരണമേ. ഞങ്ങളുടെ കണ്ണുനീര് നീ കുപ്പിയിൽ ശേഖരിക്കുന്നുവെന്ന് വചനത്തിൽ പറഞ്ഞ വാഗ്ദാനം ഞങ്ങൾ സ്വീകരിക്കുന്നു. കർത്താവേ, കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. രോഗിയായി മാറിയപ്പോൾ യഹോവ റാഫയായി. കരങ്ങൾ കൂപ്പി. രോഗിയായി മാറിയപ്പോൾ യഹോവ റാഫയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിന്ദയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിന്ദയാണേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. കരങ്ങൾ കൂപ്പി ലോകം മുഴുവനെയും ചേർത്ത് വയ്ക്കാം. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടും വേദനിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ളവരും നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ളവരുമായ അനേകരുണ്ട്.
എല്ലാവരെയും ചേർത്ത് വയ്ക്കാം. പ്രത്യേകിച്ച് ഈ ഭവനത്തിൽ കഴിഞ്ഞൊരു ദിവസക്കാലം സമർപ്പിക്കപ്പെട്ട എല്ലാ പ്രാർത്ഥനകളെയും ദിവസത്തിലേക്ക് ഉയർത്താം. വിശുദ്ധ കുർബാനയിലും ആരാധനയിലും ഒക്കെയായി സമർപ്പിക്കപ്പെട്ട നിയോഗങ്ങളുണ്ട്. ഈ കരുണയുടെ ശുശ്രൂഷയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ദൈവമക്കൾ ആവശ്യപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട്. ഇതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾ, കർത്താവെ, ഇവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി കൂടി ഇപ്പോൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. മുട്ടുകുത്താൻ സാധിക്കുന്നൊരു മുട്ടുമേലായിരിക്കുക. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിയ പ്രാർത്ഥനകൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ സങ്കടങ്ങളെല്ലാം കർത്താവ് തൻ്റെ കരുണയാൽ പൊതിഞ്ഞു പിടിച്ചു എന്ന് വിശ്വസിക്കാം. കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ലോകം മുഴുവന്റെ മേലെ കരുണയായിരിക്കണമേ. ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.